PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്നിട്ടുള്ള സ്റ്റേജ് 3 യൂണിവേഴ്സിറ്റി LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ C കോഡാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ B, ഖസാക്കിൻ്റെ ഇതിഹാസം. ചേരുംപടി ചേർക്കുക, കലയും കലാകാരനും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം? ഓപ്ഷൻ C, കുമരകമാണ് ആൻസർ. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. 7. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ? ഓപ്ഷൻ B, ഇവാൻ ആണ് ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ് അതിൻ്റെ ആൻസർ C. അടുത്ത ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ ഉണ്ട്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. സ്വർണജയന്തി ഷാഹാരി റോസ്ഗാർ യോജന. 11. റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടിയതാണ്? ആൻസർ ഓപ്ഷൻ D, ജർമ്മനി. പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം? ഓപ്ഷൻ C, നീലഗിരി. ദേശീയപാത 1 ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ? ഡൽഹി, അമൃതസർ. ഓപ്ഷൻ B ആണ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ A, ജാംനഗറിലാണ്. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1951. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? ഓപ്ഷൻ C, കണ്ണൂർ. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്? ഓപ്ഷൻ A, മിനിക്കോയ് ദ്വീപ്. ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി? ദൊഡാബെട്ട. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ ക്വസ്റ്റ്യൻ ഇല്ല, കട്ട് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. മൊലാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ആൻസർ C, മിസോറാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്? ഓപ്ഷൻ D, പാക് കടലിടുക്ക്. 21. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻ C, വിശ്വാസ് മേത്ത. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഓപ്ഷൻ A, ബ്രിട്ടൻ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത്? 2010 ഏപ്രിൽ 1. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? ഓപ്ഷൻ B, മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരിധി നീട്ടിക്കൊണ്ടു പോവാവുന്നതാണ്? 3 മാസം. ഓപ്ഷൻ C, 3 മാസമാണ് ആൻസർ. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ D, പൊതു താൽപ്പര്യ ഹർജി. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ C, 97ാം ഭരണഘടനാ ഭേദഗതി. 28. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ഓപ്ഷൻ A, ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. 31. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം? തെർമോമീറ്റർ. ഓപ്ഷൻ B. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ A, വൈകുണ്ഠ സ്വാമികൾ. 33. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മാറുമറയ്ക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം? ഓപ്ഷൻ B, ചാന്നാർ ലഹള. 34. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയതാര്? ഓപ്ഷൻ ബി ഗാന്ധിജി.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഓപ്ഷൻ സി ഒട്ടകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം ഓപ്ഷൻ ബി നദികൾക്കിടയിലുള്ള പ്രദേശം. 38 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. 39 വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. 40 ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഓപ്ഷൻ ബി നൈൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത ഓപ്ഷൻ സി മാഡം ബിക്കാജി കാമ. പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത് ഓപ്ഷൻ എ ലിട്ടൻ പ്രഭു. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ എ 21 എ. 44 തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളുടെയും അനീതികളുടെയും വെളിച്ചത്തുകൊണ്ട് വന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ക്വസ്റ്റ്യൻ നമ്പർ 46 പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വ്യക്തിഗത നികുതി എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 47 ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ എ ഉത്തര മഹാസമതലം എന്നുള്ളതാണ്. 48 ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ജാർഖണ്ഡ്. 49 പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഓപ്ഷൻ എ കുമരകം. 50ാമത്തെ ക്വസ്റ്റ്യൻ വറ്റിവരണ്ടുപോയ ഏതു പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടുങ്ങരപ്പള്ളം പുഴ. 51 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചതാര്? ഓപ്ഷൻ ബി അംഷി നാരായണ പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ സി ലാഹോർ ആണ്. 53 ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏത്? ഓപ്ഷൻ ഡി ആനന്ദമഠം. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് ഓപ്ഷൻ ബി രേഖാംശ രേഖകൾ. 55 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തതാര്? ഓപ്ഷൻ എ മലാല യൂസഫ്സായി. 56 ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഓപ്ഷൻ ഡി റേച്ചൂർ. 57 ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ഓപ്ഷൻ ബി ശിവജി. 58 കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഓപ്ഷൻ എ ഹരിതഗൃഹ കൃഷി. 59 ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ സി ഇന്ത്യ. 60 മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. 61 ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഓപ്ഷൻ എ ടാർട്രസിൻ. 62 കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക ആരോഗ്യ പദ്ധതി ഓപ്ഷൻ ബി വയോ മധുര പദ്ധതി. 63 മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ടസ്തരം കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹൃദയം. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഓപ്ഷൻ സി കുഷ്ഠം. അടുത്ത ക്വസ്റ്റ്യൻ ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം ഓപ്ഷൻ ഡി നിശാന്തത. 66 ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരയിനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തെന്മല. പപ്പായയുടെ ജന്മദേശം ഏത്? ഓപ്ഷൻ എ അമേരിക്ക. നെൽച്ചെടിയിലെ പരാഗണകാരി ഓപ്ഷൻ സി കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്ന്? ഓപ്ഷൻ ബി 2017 നവംബർ 29. 71 പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഓപ്ഷൻ ബി ഓക്സിജൻ. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു.
ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ ബി 3. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണം ഏത്? ഓപ്ഷൻ എ പ്രോട്ടോൺ. അടുത്ത ക്വസ്റ്റ്യൻ 74. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ സി സിങ്ക് ആണ് ആൻസർ. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ ഡി ഗ്രൂപ്പ് 18. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി സംവഹനം. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിലെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന കാണുന്ന നക്ഷത്രം ഏത്? ഓപ്ഷൻ സി തിരുവാതിര. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ഓപ്ഷൻ എ 27 1/3 ദിവസം. 79ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? ഓപ്ഷൻ ഡി ഊഞ്ഞാലിൻ്റെ ചലനം. വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവ ഏവ? ഓപ്ഷൻ ബി എയും സിയും എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്തത് മാത്സ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ. ഇവയുടെ ഉസാഗ കാണുക. 216, 72, 30 എന്നിവയുടെ ഉസാഗ. ആൻസർ ഓപ്ഷൻ ബി 5 ആണ്. 82. റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആകുന്നു. ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടും. എന്നാൽ റിയയുടെയും ദിയയുടെയും വയസ്സ് എത്ര? ഓപ്ഷൻ എ 5.5 1.5. 83ാമത്തെ ക്വസ്റ്റ്യൻ. 5x is equal to 125 ആയാൽ x എത്ര? ആൻസർ ഓപ്ഷൻ ബി 3. ഒരാൾ നിൽക്കുന്നിടത്തു നിന്നും തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. അവിടെ നിന്നും പടിഞ്ഞാറോട്ട് 4 കിലോമീറ്റർ നടന്നു. എന്നാൽ യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ സി 5 കിലോമീറ്റർ. ഒറ്റയാനെ കണ്ടെത്തുക. 425, 230, 317, 165. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 317. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 59 ആണ്. തന്നിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നുള്ളതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 56 ആണ്. ഒരു സംഖ്യയുടെ 5/8 ഭാഗവും ആ സംഖ്യയുടെ 2/3 ഭാഗവും കൂട്ടിയാൽ 62 കിട്ടും. എന്നാൽ ആ സംഖ്യ ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 48 ആണ് ആൻസർ. 89ാമത്തെ ക്വസ്റ്റ്യൻ. 5 × 7 = 66 ആയാൽ 4 × 2 എത്ര? ആൻസർ ഓപ്ഷൻ സി 51 ആണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ. ക്രിയ ചെയ്യുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 3. 91ാമത്തെ ക്വസ്റ്റ്യൻ. രമ സ്കൂളിൽ നിന്നും 500 കിലോമീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ടും 800 കിലോമീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്ര എന്നുള്ളതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 5/3 മീറ്റർ/സെക്കൻഡ് എന്നുള്ളതാണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 0.08 എന്നുള്ളതാണ്. 750നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണവർഗമാകുന്നത്? ഓപ്ഷൻ ബി 34 ആണ്. ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 20 രൂപയാകുന്നു. പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ പേനയുടെയും പെൻസിലിൻ്റെയും വില എത്ര എന്നുള്ളതിൻ്റെ ആൻസറും ഓപ്ഷൻ ബി 15.5 എന്നുള്ളതാണ്. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 1 കിലോ ആപ്പിളിൻ്റെ വില 180 രൂപ. ഇത് 201.60 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കണക്കാക്കുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 12%. അടുത്തത് 98ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 101/70 എന്നുള്ളതാണ്. 99ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ സി -1 എന്നുള്ളതാണ് ആൻസർ. 100ാമത്തത് 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 150 സെൻറ്റിമീറ്റർ ആകുന്നു. ഇതിൽ 4 കുട്ടികളുടെ ഉയരം യഥാക്രമം 140, 156, 185, 152 ആകുന്നു. എന്നാൽ 5ാമത്തെ കുട്ടിയുടെ ഉയരം എത്ര എന്നുള്ളതായിരുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 147. ഓക്കെ, എല്ലാവർക്കും ആൻസേഴ്സ് കറക്റ്റായി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.